ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഇന്നത്തെ സൺഡേ രാവിലെ ഇത്തിരി ലേറ്റായിട്ടാണ് എഴുന്നേറ്റത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ റെഡിയായി കഴിഞ്ഞു. ഉച്ചയ്ക്ക് എന്തുണ്ടാക്കണം എന്നിങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ആണ് പപ്പായ കണ്ടത്. പപ്പായ എന്നല്ല, നമ്മൾ കർമൂസ എന്ന് പറയും. അപ്പോൾ പിന്നെ കർമൂസ പറിച്ചേക്കാമെന്ന് കരുതി. അങ്ങനെ കർമൂസൊക്കെ പറിച്ച് കഴുകി വൃത്തിയാക്കി, അതിൻ്റെ തോലൊക്കെ ചെത്തി വൃത്തിയാക്കി. കർമൂസിനെ കൊണ്ട് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കർമൂസ ഓലൻ, കർമൂസ വറവ്, കർമൂസിൻ്റെ പച്ചടി. ഇങ്ങനെ 3 ഐറ്റമാണ് ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾക്ക് കറി വെക്കാം. തന്നെ ഓലനാണ് ഉണ്ടാക്കുന്നത്. ഓലൻ ഉണ്ടാക്കാൻ സിമ്പിളാണ് കേട്ടോ. കർമൂസ മുറിച്ചിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് പച്ചമുളക് ഇട്ട് വേവിച്ചെടുക്കുക. കുക്കറിൽ 3-4 വിസിൽ കൊണ്ട് തന്നെ കർമൂസ പെട്ടെന്ന് വെന്ത് കിട്ടും. അത് നന്നായി വെന്തതിന് ശേഷം കടുക് ഇത്രയേ ഉള്ളൂ. കർമൂസ നന്നായി വെന്തതിന് ശേഷം കടുക് വറുത്തിട്ടാൽ മതി. വെളുത്തുള്ളിയും ഉണക്കമുളകുമാണ് അതിൻ്റെ കൂടെ ചേർക്കുന്നത്. അത് രണ്ടും നന്നായി പൊട്ടി ഈ കളറാവുന്നത് വരെ, ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് വാട്ടിയെടുത്തിട്ട് കറിയിനകത്തേക്ക് ഒഴിച്ചാൽ മതി. അങ്ങനെ അത്രയേ ഉള്ളൂ. സിമ്പിളാണ് കർമൂസ ഓലൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അടുത്തത് കർമൂസ വറവാണ് ഉണ്ടാക്കുന്നത്. അതിനാദ്യം തന്നെ നമ്മൾ ചട്ടി ചൂടാവാൻ വെച്ചിട്ട് അതിനകത്തേക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം കടുകിൻ്റെ കൂടെ വെളുത്തുള്ളി ഉണക്കമുളകാണ് ഞാനിതിനകത്ത് ചേർക്കുന്നത്. അത് പൊട്ടിയതിന് ശേഷം മുറിച്ചിട്ട കർമൂസും പച്ചമുളകും അതിനകത്ത് ചേർത്ത് അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രമേ അതിനകത്ത് ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ. എല്ലാം സിമ്പിളാണ്. ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇളക്കി വേവാൻ വെച്ചാൽ മതി. അങ്ങനെ വറവ് അവിടുന്ന് ആവട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ബാക്കി പച്ചടിയുടെ പരിപാടി നോക്കാം. പച്ചടിക്ക് വേണ്ടിയിട്ട് ആദ്യമേ മുറിച്ചിട്ടിട്ടുണ്ടായിരുന്നു. പച്ചമുളകും ഉപ്പും അതിനകത്തിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെക്കണം. അത് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് തേങ്ങ ചിരവണം, തേങ്ങ അരക്കണം. അപ്പോൾ ഇനി തേങ്ങ അരക്കാം. തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. നമുക്ക് തേങ്ങ ഇനി ഇതരക്കണം. ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് അരച്ചതിന് ശേഷം കുറച്ച് തൈര് ആഡ് ചെയ്തു. തൈരും കടുകും കൂടി അരച്ചതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കർമൂസിനകത്തേക്ക് ആഡ് ചെയ്തതിന് ശേഷം ഒന്നും കൂടെ നമുക്ക് വറുത്തിടാം. കടുക് ഉണക്കമുളകും കൂടെ വറുത്തിട്ടതിന് ശേഷം പച്ചടി റെഡി. പിന്നെ അതിന് കർമൂസിൻ്റെ കൂടെ സെപ്പറേറ്റ് എന്തെങ്കിലും ഒരു സാധനം വേണ്ടേ. അത് കുറച്ച് മത്തി ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രിയിൽ വാങ്ങിയതായിരുന്നു. മുറിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ നമുക്ക് പൊരിക്കാം. അങ്ങനെ കർമൂസിൻ്റെ കൂടെ ഒരു കളർഫുൾ ആവാൻ വേണ്ടിയിട്ട് മത്തിയും കൂടെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ സദ്യ പൊളിക്കും. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഭക്ഷണം കഴിക്കാൻ പോവാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ബൈ. ടാറ്റ ബൈ.